ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിന രാധാകൃഷ്ണൻ. അപ്പോൾ നമ്മൾ ഇന്നെന്താ നോക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവുമോ? ഞാൻ സ്വന്തമായിട്ടൊരു ജേർണൽ സെറ്റ് മേക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാണാം. തന്നെ ഇത് മുറിക്കാം കേട്ടോ. ഓക്കെ, ഫാനിൻ്റെ നോയ്സ് ഉണ്ടാവും. ഇവിടെ അത്ര എയർ വരാത്ത റൂം, അതുകൊണ്ട് ഫാൻ ഇട്ടിട്ടില്ല, ഭയങ്കര ചൂടെടുക്കും. അതുകൊണ്ട് നമുക്ക് ഫാൻ ഇട്ടേ പറ്റും. ഓക്കെ, നമുക്ക് വല്ലാത്ത ഇഷ്ടമെങ്കിൽ സ്വന്തമായിട്ടാക്കിയിട്ട് സ്വന്തമായിട്ട് തന്നെ ഗിഫ്റ്റ് സ്വന്തമായിട്ട് തന്നെ ഇങ്ങോട്ട് ഗിഫ്റ്റ്. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബുക്കാക്കാം. പക്ഷെ ഞാൻ ഇവിടെ ഒരു കുഞ്ഞൊരു ബുക്കാണ്. അതിൻ്റെ ഒരു പോക്കറ്റ് ഡയറി ഉണ്ട്. ഇത് ഹണി ബീൻ്റെ ചിത്രമൊക്കെ കൊടുത്തിട്ട് ഒരു ബ്ലാക്ക് പോക്കറ്റ് ഡയറിയാണ്. കുറച്ച് ക്ലാസ്സി ആയ പോലെ തന്നെ. പശ ഇട്ടുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ അത് ഞാൻ ഒന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ് ചെയ്തത് വേണേൽ അത് നോക്കാം, കുഞ്ഞെണ്ണ വേണമെന്നില്ല കേട്ടോ, ഏത് വേണേലും നോക്കാം. പിന്നെ ഒരു ക്യൂട്ട് പെന്ന് ഞാൻ മഹിമ ബുക്ക് സ്റ്റാളിൽ വാങ്ങിയതാണ്. ഒരു ഡക്ക് ബുക്ക് വായിക്കുന്ന പോലെയാണ്. ഇങ്ങനെ ആക്കിയ ക്യൂട്ട് പെന്നാണേ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തുവാണേലും ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഇങ്ങനത്തെ കവായ് സ്റ്റിക്കേഴ്സ് വെച്ചിട്ടുണ്ട്. ഒരു കവായ് ജേർണലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കുറച്ചധികം കവായ് സ്റ്റിക്കേഴ്സാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഒരു കുഞ്ഞൊരു ഒരു കീ ചെയിൻ ആയിരുന്നത്, അത് പൊട്ടിപ്പോയി കണ്ടോ. ഇത് ശരിക്കും ഗെയിം വരും, കാണിച്ചു തരാവേ. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അവിടെ ഗെയിം പ്ലേ ആയിട്ടുണ്ട്. പ്ലേ ആയില്ലേ? പ്ലേ ആയിട്ടുണ്ട്. കാണാവോ കുഞ്ഞി? കണ്ടോ? അത് നമ്മളിത് ഓഫാക്കണേ, അതിനെ തിരിച്ചിട്ട് നിൽക്കാമായി കുഞ്ഞിയൊന്ന്. പിന്നെ നമ്മൾ ജേർണൽ സെറ്റ് എന്ന് പറഞ്ഞാൽ വാഷിംഗ് ടാപ്പ് വേണമല്ലോ. ഇതിന് ₹1 ₹1 എങ്ങാനുമാണ്. കുറച്ച് വാഷിംഗ് ടാപ്സ് കുഞ്ഞി ഇങ്ങനെ വേറെ വേറെയാണേ, കുറച്ചെണ്ണം. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് ഈ ഒരു മെർമെയ്ഡിൻ്റെ ഒരു എറേസറാണേ. കാണാവോ? കുറച്ചൊക്കെ അഴുക്കായി, അത് നിങ്ങൾ ശ്രദ്ധിക്കണ്ട. മെർമെയ്ഡിൻ്റെ എറേസറാണ്. പിന്നെ ഒരു 2 കുഞ്ഞി പോസ്റ്റേഴ്സാണ്. കുഞ്ഞി പോസ്റ്റേഴ്സ് അല്ലേ, ഇങ്ങനെ ജേർണലിലൊക്കെ ഒട്ടിക്കുന്ന 2 കാർഡ്സ്. പിന്നെ ഇതൊന്ന് ഇങ്ങനെ ബക്കറ്റ് ലിസ്റ്റൊക്കെ എഴുതി വെക്കാം. ഇതൊക്കെ കാണാവോ? ഇങ്ങനെയാണ്. അതേപോലെ തന്നെ ഒന്നും എഴുതാത്തതൊന്നുമുണ്ട്. ഒന്നും എഴുതാത്തൊരു ബേബി പിങ്കാണ്, ബേബി പിങ്ക്. അടുത്ത നമുക്ക് കുറച്ച് മെയിൻ ഐറ്റംസിലേക്ക് പോവാം. ഞാൻ ഇപ്പോൾ നിങ്ങളെ മുമ്പിൽ ഈ കാണിക്കുന്ന ഐറ്റംസിൽ ഏറെയും കിട്ടൂല. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പിൻട്രസ്റ്റ് പോയിട്ട് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് പോയി പ്രിൻ്റ് എടുത്തതാണ്. അതുകൊണ്ട് അങ്ങനെ കിട്ടൂല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് വേണേൽ പ്രിൻ്റ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് ആയിട്ടുണ്ട് അത് വെക്കുന്നതിനും കുഴപ്പമില്ല കേട്ടോ. ഇത് നമുക്ക് ഒന്നെങ്കിൽ വാൾ പോസ്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ജേർണലിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. ഒന്നെങ്കിൽ വോളിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വാൾ പോസ്റ്റേഴ്സ് ആക്കാം, സ്റ്റഡി ടേബിൾ സൈഡിലാക്കാനൊക്കെ. അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ ഡയറീസിൽ അല്ലെങ്കിൽ ജേർണൽ ചെയ്യുമ്പോൾ തന്നെ യൂസ് ചെയ്യാം. എത്ര എണ്ണം ഉണ്ട് നോക്കാം. അത് തന്നെ ഈ ഒരു ക്യൂട്ട് ക്യാറ്റാട്ടോ. നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്.
ഇത് എത്രത്തോളം ക്ലിയർ ഉണ്ടാവും എന്നറിയില്ല. അടുത്ത ഇതാണ്, അടുത്ത ഈ ഒരു ഗേളാണ്. ഇത് എക്സസ് എല്ലാം കട്ട് ചെയ്യണം, ഇതുപോലെ എക്സസ് ആയിട്ട് വരുന്ന. പിന്നെ ഒരു ഗേളിൻ്റെ പകുതി ഫേസ്, പിന്നെ ഒരു റാബിറ്റ് ഇങ്ങനെ നിൽക്കുന്നു, കാണുന്നുണ്ട്. ഒരു മഴയത്ത് പോകുന്നു, മഴയുണ്ട്, മഴയത്ത് പോകുന്നത്. പിന്നെ ഒരു ക്യൂട്ട് ഗേള്, പിന്നെ ഇത് ഒരു കളർഫുള്ളാണ്. ബാക്കിയെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബണ്ണീസ് ഗേൾസ് അത് തന്നെ ഉണ്ടാവും. 2 ബണ്ണീസ്, പിന്നെ ഈ ഒരു ബണ്ണി. ഇതൊക്കെ ഒരു കാര്യം പറഞ്ഞുതരാം, ഇതൊക്കെ നോർമൽ പ്രിൻ്റ് എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. പക്ഷേ അതിൽ നിങ്ങൾക്ക് തന്നെ സ്റ്റിക്കർ എടുത്ത് ഒട്ടിക്കേണ്ടി വരും. ഇതിലാകുമ്പോൾ കണ്ടോ സ്റ്റിക്കർ ഷീറ്റാണ്, അതുകൊണ്ട് സ്റ്റിക്കർ ആവും. പിന്നെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഇതിൽ എന്താ പറയുക, കുറച്ച് കവായി സ്റ്റിക്കർ ഉണ്ട്, പിന്നെ ഇതുപോലത്തെ പോസ്റ്റേഴ്സ് ഉണ്ട്. എന്നാലും കുറച്ച് സ്റ്റിക്കേഴ്സാണ്. ആദ്യം തന്നെ ഈ ബട്ടർഫ്ലൈ സ്റ്റിക്കേഴ്സ് ഉണ്ട്. കുറച്ചൊക്കെ ഞാൻ ഇതൊറ്റൊന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇതെല്ലാം എൻ്റെ അടുത്തില്ല, പുതിയ തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ ഈ ഒരു എന്തെല്ലോ ഉള്ളൊരു സ്റ്റിക്കർ. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാവേ. എന്താ പറയുക, ഈ 3 സ്റ്റിക്കറും എനിക്ക് മാളിന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതൊരു സ്റ്റാമ്പ് സ്റ്റിക്കർ പോലെ, പിന്നെ ഇത് കുറച്ച് ഫ്ലവേഴ്സ് എല്ലാം, ഇതെല്ലാം ഫ്ലവർ ബേസ് തന്നെ കേട്ടോ. ഇതൊരു പോസ്റ്റർ സ്റ്റിക്കർ പോലെയുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഉള്ളത് ഈ ഒരു പണ്ടത്തെ ലെറ്റേഴ്സിൻ്റെ ഒരു സ്റ്റിക്കർ. പിന്നെ കാപ്പിബാറ സ്റ്റിക്കേഴ്സാണ്. ഇതിങ്ങനെ കുറച്ച് കാപ്പിബാറ സ്റ്റിക്കേഴ്സ്. അത് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഫ്രണ്ട് ഹലീമ ഇഷാൽ എനിക്ക് തന്നൊരു സ്റ്റിക്കി നോട്ടാണേ. ഓൾ തന്നെ സ്വന്തമായിട്ട് ആക്കിയതാണ്. ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊക്കെ ഗിഫ്റ്റ് കിട്ടിയൊക്കെ ഉണ്ടാവുമെന്ന്, പറഞ്ഞില്ല, കുറച്ച് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ ഓൾ ഉണ്ടാക്കിയെന്നൊക്കെ അറിയില്ല. ഇതിങ്ങനെ എടുത്തിട്ട് നമുക്കിങ്ങനെ എടുക്കാം. നല്ല മനസ്സ് കൊണ്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അത് ഞാൻ ഈ ജേണലിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചൊന്നുമല്ല, കുറേ ഉണ്ട്. അപ്പോൾ അത് വെച്ച് കൊടുക്കാം. പിന്നെ ഇത് കുറച്ച് മെമോ പാഡ്സ് അങ്ങനെയാണ്, കാണിച്ചു തരാം. കുറച്ച് അധികം ഒയ്യടാ, ഒരു ക്യൂട്ട് സ്റ്റിക്കർ നമ്മൾ നേരത്തെ മറന്നുപോയി കേട്ടോ, ഇത് വെക്കാം. പിന്നെ ഇതുപോലത്തെ മെമോ പാഡ്സ്, അങ്ങനത്തെ കുറച്ച് മെമോ പാഡ് പോലത്തെ മെമോ പാഡ്സ് തന്നെ, പക്ഷേ കുറച്ച് ഭംഗിയായി. ഇത് ഞാൻ ഒരു പിൻട്രസ്റ്റിൽ കണ്ടിട്ട്, ഇത് സത്യം പറഞ്ഞ ഒരു വലിയ ഷീറ്റാണ്. അപ്പോൾ പിൻട്രസ്റ്റിൽ കണ്ടപ്പോഴേക്കും ഞാൻ വീട്ടിൽ തന്നെ പ്രിൻ്റ് ചെയ്തതാണ്. നിങ്ങൾ ചോദിക്കും ഇനി എങ്ങനെയാണ് വീട്ടിൽ തന്നെ പ്രിൻ്റ് ചെയ്ത് ഇത്ര നല്ലോണം? ഗൈസ്, എൻ്റെ അടുത്തതാ ഈ പിങ്ക് കണ്ട സൈഡിൽ, അതെൻ്റെ പ്രിൻ്ററാണ്. അത് മോസ്റ്റായിട്ട് ഇങ്ങനെ ഓരോന്ന് പ്രിൻ്റ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഒരു പ്രിൻ്റർ തന്നെ വാങ്ങി. കണ്ടോ നല്ല ഭംഗിയില്ലേ? അത് ഞാൻ മുറിച്ചിട്ടൊക്കെ ഡിസൈനാക്കി കിട്ടും. പിന്നെ ഈ ഒരു കൂട്ടെഴുത്ത് പോലെ വരുന്ന ഒരു വിൻറ്റേജ് പിങ്ക് തീമിലുള്ള കൂട്ടെഴുത്തിൻ്റെ ഒരു ഇതാണ്. പിന്നെ ലാസ്റ്റ് സാധനമാണ് കാണിച്ചത്. കുറച്ച് കളർ പേപ്പേഴ്സാണ്. ഞാൻ മുറിച്ചെടുത്തിയല്ല, കുഞ്ഞി കളർ പേപ്പർ ഷീറ്റായിട്ട് ഇട്ടിട്ട്, അതാണ്. ഒരു ഓറഞ്ച്, ഒരു പിങ്ക്, ഒരു യെല്ലോ, പിന്നെ ഈ ഒരു ഗ്രീന്, പിന്നെ ഈ ഒരു ബ്ലൂ, പിന്നെ ഈ ഒരു റെഡ്, ഒരു പിങ്ക്, വേറെ ഡാർക്ക് പിങ്ക്, ബ്ലാക്ക്. ഇത്രയാണ്. ഓക്കെ, ബൈ ഗൈസ്. ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ഓക്കെ, ബൈ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ?
ഓക്കെ ബൈ ഗുഡ് നൈറ്റ്.